കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ വചനത്തിൻ്റെ മറവിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം വെളിപ്പാട് പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാനുണ്ടായ വെളിപ്പാടിനെ കുറിച്ച് അല്പസമയം ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ ദിവസേന ഈ ചാനലിൽ കൂടെ, അതായത് പീസ് ഹോം എന്നുള്ള ഈ ചാനലിൽ കൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങളെ നിങ്ങളോടൊപ്പം കുറേശ്ശെ സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആ വചനം നിങ്ങളോടൊപ്പം സാക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തുമാറാകട്ടെ. ആയതുകൊണ്ട് ഇന്നത്തെ ആദ്യ ദിവസത്തിൻ്റെ തുടക്കത്തിൽ യോഹന്നാനുണ്ടായ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് അല്പസമയം ചിന്തിക്കാം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിനു ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. വരുന്ന നാളുകളിൽ പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാനുണ്ടായ വെളിപ്പാടിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. എന്ത് കാരണം കൊണ്ടാണ് പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അടയ്ക്കപ്പെട്ടതെന്നും വരുന്ന ആളുകളിൽ ചിന്തിക്കാം. ഇന്ന് ഈ 3 വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. ഈ 3 വാക്യങ്ങളിൽ കൂടെയും എഴുതിയിരിക്കുന്നത് അതിൻ്റെ മെയിനായിട്ടുള്ളത് 2-ാമത്തെയും 3-ാമത്തെയും വാക്യമാണ്. അതിൽ 2-ാമത്തെ വാക്യം ഇപ്രകാരം കാണുന്നു: അവൻ എന്ന് പറഞ്ഞാൽ ഈ യോഹന്നാൻ ദൈവത്തിൻ്റെ വചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചെന്നാണ്. അപ്പോൾ താൻ എന്തൊക്കെ പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ടുവോ, താൻ ദർശനത്തിൽ കണ്ട കാര്യങ്ങളെ, ആ ദർശനത്തിൽ കണ്ട വിവരണങ്ങളെല്ലാം സാക്ഷീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കും ദൈവത്തിൻ്റെ സാക്ഷികളായി നിലനിൽപ്പാൻ, ദൈവത്തിൻ്റെ മക്കളായി നിലനിൽപ്പാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാൽ അതേ പരിശുദ്ധാത്മ ചൈതന്യത്തിൽ നമുക്കും നിലനിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. കൂടാതെ മറ്റുള്ളവരോടൊപ്പം ദൈവത്തിൻ്റെ വചനം പറയുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് സാക്ഷിക്കുവാനുള്ള ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ. കൂടാതെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിൽ പറയുന്നത്, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും. അപ്പോൾ ആരാണോ വായിച്ചു കേൾപ്പിക്കുന്നത്? ഈ വെളിപ്പാട് പുസ്തകം 1 മുതൽ 22 അധ്യായങ്ങളുണ്ട്. 1 മുതൽ 22 അധ്യായങ്ങളിൽ 404 വാക്യങ്ങളുണ്ട്. ഇത്രയും കാര്യാദികൾ എഴുതി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം വായിക്കുന്നവൻ ആരായാലും, വായിച്ചു കേൾപ്പിക്കുന്നവൻ ആരായിരുന്നാലും അവൻ ഭാഗ്യവാൻ. കൂടാതെ അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളെ പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഇതിലെഴുതിയിരിക്കുന്ന കാര്യാദികൾ പ്രവചനമാണ്, അന്ത്യകാല പ്രവചനമാണ്. അന്ത്യകാല പ്രവചനം യേശു ക്രിസ്തു എപ്രകാരമുള്ളവനായിരുന്നു, യേശു ക്രിസ്തു ആരായിരുന്നു, യേശു ക്രിസ്തു എന്തായിരുന്നു എന്നുള്ളതെല്ലാം പ്രവചനമാണ് അതിൽ കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രവചനങ്ങളെ വായിക്കുന്നവനാരോ, വായിച്ച് കേൾപ്പിക്കുന്നവനാരോ, ഈ വാക്കുകളെ കേൾക്കുന്നവരാരോ, അല്ലെങ്കിൽ ഈ ഇതിലെഴുതിയിരിക്കുന്ന വചനങ്ങളെ പ്രമാണിക്കുന്നവരാരോ, അവർ ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു പ്രിയമുള്ളവരെ. നമ്മുടെ ലോകത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സമയം അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജീവിതചര്യകളുടെയും സമയം അടുത്തിരിക്കുന്നു. അതിൽ ഒരു മാറ്റവുമില്ല. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്, വാഗ്ദത്തമാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. അതിലുകൊണ്ട് ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ ഈ ലോകത്തിൻ്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന് നമ്മെ വചനം പഠിപ്പിക്കാൻ പ്രിയമുള്ളവരെ. ഇന്ന് ഈ 3 വാക്യത്തിൽ കൂടെ യോഹന്നാൻ എഴുതിയ വെളിപ്പാട്, പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ കണ്ട സാക്ഷ്യങ്ങളെ, അല്ലെങ്കിൽ ദർശനങ്ങളെ, അല്ലെങ്കിൽ ആ ഭാവി കാലത്തേക്കുള്ള ആ ദർശനങ്ങളെ കുറിച്ച് 3 വാക്കുകൾ കേൾക്കുവാൻ ഇന്ന് ദൈവം നമ്മെ സഹായിച്ചു. വരുന്ന ആളുകളിൽ കൂടുതൽ വെളിപ്പാടുമായി
നിങ്ങൾ ഓരോരുത്തരുടെ മുമ്പിൽ നിൽപ്പാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നിങ്ങളോടൊപ്പം സംസാരിപ്പാൻ, പീസ് ഹോം എന്നുള്ള ഈ പ്രോഗ്രാമിൽ കൂടെ നിങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ വാഗ്ദത്ത നിവൃത്തിക്കായി, ജീവനുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്കായി, ജീവനുള്ള ദൈവത്തിൻ്റെ ആ പ്രവചന നിവൃത്തിക്കായി നിങ്ങളോടൊപ്പം വചനം എന്താണെന്ന് വചനത്തിൽ കൂടെ നിങ്ങളോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. അതിലേക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ, അവിടുത്തെ കരുതലിൽ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.